ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എഗ് പറാത്തയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ മുട്ടയും പൊട്ടറ്റോവും ആണ് മെയിനായിട്ട് വെച്ചിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കറി ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ തൈരിൻ്റെ ഒപ്പവും കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം മുട്ടയൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഞാനിവിടെ ഒരു 3 മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഉരുളക്കിഴങ്ങും വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരുപാടങ്ങ് വെന്ത് പോയിട്ട് ആ ഒരു വെള്ളം പോലെ ആവാൻ പാടില്ല, എന്നാൽ നല്ലപോലെ വേവുകയും ചെയ്യണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിലെങ്കിലും കേൾപ്പിക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഒരു 3-4 ഓരോ കുക്കർ അനുസരിച്ചിട്ടിരിക്കും വിസിൽ കേൾപ്പിക്കാം. ഈ മുട്ട വേവിക്കാൻ വെച്ചതിലേക്കും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 ഗ്ലാസ് മൈദ ചേർക്കാം. ഞാനിവിടെ മൈദയും ആട്ടയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പറാത്ത തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗോതമ്പ് മാവ് മാത്രമായിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് സാദാ വെള്ളമാണ്, ചൂടാക്കിയിട്ടൊന്നുമല്ല, സാദാ തന്നെ വെള്ളം ചേർത്താൽ മതി. ഇതേപോലെ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അയച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി അടച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കുക. ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചിട്ട് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ചോപ്പറിലിട്ടിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്ന് ഉടച്ചെടുത്താലും മതി, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് കട്ടയില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. മുട്ടയും ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കട്ടയായിട്ട് ഉടയാതെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചപ്പാത്തി ആയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതിലേക്ക് ഇനി സവാള കൊത്തി അരിഞ്ഞതാണ്, കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ, 1 സ്പൂണൊക്കെ. പിന്നെ ഒരു 2-3 സ്പൂണ് മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം, ഇഞ്ചി ചേർക്കാം, അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ അരയാൻ പാടില്ല, എന്നാൽ ഒട്ടും കട്ടയില്ലാതെ തന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ഈ മാവ് ഒന്ന് ഉരുളകളാക്കി എടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ആദ്യം അത് നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് അയച്ചെടുത്താൽ മതി. ഇനി ഇത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തിയെടുക്കുമ്പോൾ സെൻറ്റർ ഭാഗം കുറച്ചൊന്ന് കനത്തേ ഇരിക്കണം. സൈഡ് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഒരുപാട് അങ്ങ് കനം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ പരത്തിയെടുക്കുമ്പോൾ പൊട്ടിപ്പോകും. ഇതേപോലെ 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാടങ്ങ് വെച്ച് കൊടുക്കരുത്, അങ്ങനെ ആകുമ്പോഴും പൊട്ടിപ്പോവും. അതേപോലെ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഒരുപാട് അങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും, അപ്പോഴും ഇത് വെളിയിലേക്ക് ചാടും. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ മാവ് എടുത്ത് കളയാം. ഞാനിപ്പോൾ ആ മാവ് കളഞ്ഞിട്ടില്ല, അത് അങ്ങനെ തന്നെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പരത്തിയെടുക്കാം.
ഇത് പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ബലത്തെ പ്രസ് ചെയ്തിട്ട് പരത്തരുത്. കുറച്ചൊന്ന് പതുക്കെ തന്നെ പരത്തിയെടുക്കാം. സെൻറ്ററിൽ നിന്ന് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. സൈഡിലേക്ക് ഒരുപാട് അങ്ങ് പരത്തി കൊടുക്കരുത്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതേപോലെ ഇനി ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചുരുട്ടിയെടുക്കുമ്പോൾ ഈ ലാസ്റ്റുള്ള ആ മാവ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിങ്ങ് മാറ്റിയിട്ട് അടുത്ത ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വെച്ചിട്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഇങ്ങനെ തന്നെ ഒന്ന് മടക്കി നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് തന്നെ മടക്കി വെച്ചിട്ട് പരത്തിയെടുക്കുകയാണ്. ഇവിടെ ഒരു അയണിൻ്റെ ഒരു തവ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാൽ മതി. നെയ്യ് കൂടൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാനും നല്ലതാണ്. ഒരു സൈഡാകുമ്പോൾ ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് പൊങ്ങി വരും. ഇതിലേക്ക് നെയ്യൊക്കെ യൂസ് ചെയ്യുന്ന അവരവരുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം. ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിലും ഇതിലേക്കൊന്ന് തടവിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ പൊങ്ങി വരും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പറാത്ത എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്